Okay. Good morning to all. All of you mark your attendance. All of you mark your attendance. Okay. So, take your textbook, page number 26 ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലേ? 26 ടെക്സ്റ്റിലെ 26 പേജ് നമ്പർ അല്ലേ? കണ്ടോ എല്ലാവരും? എടുത്തോ? പേജ് നമ്പർ 26 എടുത്തോ? ഓക്കെ, നമുക്ക് എന്താണ് ഇന്ന് പഠിക്കാനുള്ളത് നോക്കിയേ. നമ്മള് എന്തൊക്കെ പഠിച്ചു? മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മള് കുറച്ച് അക്ഷരങ്ങൾ വേറെയും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പറയാൻ പഠിച്ചില്ലേ? ആ ഇ ഈ ഉ ഊ ഇറ് എ ഐ ഒ ഓ ഇത്രയും നമ്മൾ വെച്ച് കുറച്ച് പദങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലെ? കുറേയേറെ വേർഡ്സുകളും പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആരോ ഒരാൾ മ്യൂട്ട് അൺമ്യൂട്ട് ആണല്ലോ. പ്ലീസ് ഓഫ് യുവർ മൈക്ക്. എല്ലാവരും ഒന്ന് ഓഫാക്കി വെച്ചേ, മ്യൂട്ട് ചെയ്ത് വെച്ചേ എല്ലാ മക്കളും. ഓക്കെ, അപ്പൊ നമുക്കിന്ന് അതുപോലെ അലോക്, ജൂഡ്, ജെയ്മോൻ, ദർശിത്, ടേൺ ഓൺ യുവർ വീഡിയോസ്. അപ്പോ നമുക്കിന്ന് 26 പേജ് നമ്പറിൽ നിങ്ങൾ കണ്ടോ? കുറച്ചേറെ പിക്ചേഴ്സ് ഉണ്ട് അവിടെ തന്നിട്ടല്ലേ? നോക്കിയ എല്ലാ മക്കളും, നമ്മളെ കഴിഞ്ഞ 2 പാട്ടുകൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? നമ്മള് കാറ്റിന്റെയും മഴയുടെയും ഒക്കെ പാട്ടുകൾ പഠിച്ചു അല്ലെ? ഇന്ന് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ, നിങ്ങൾക്ക് അറിയോ മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? ഇല്ല അല്ലെ? നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ അല്ലേ? പാട്ട് പാടണോ? പാടിപ്പിക്കാട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം കുറച്ച് സമയം പഠിക്കാം ഇത് അല്ലേ? നിങ്ങൾ നല്ല ഉഷാറ് സ്മാർട്ട് ആയിട്ടാ എല്ലാവരും ഉള്ളത് അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ എന്താ അവിടെ പിക്ചർ ഉള്ളത്? കണ്ണ് അല്ലേ? കണ്ണറിയാലോ എല്ലാവർക്കും. എന്താ ഇംഗ്ലീഷ് പറയുവാ കണ്ണിന്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? E for eye അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ക, മലയാളത്തിൽ എന്ത്? ക, കണ്ണ്. ക എന്ന വ്യഞ്ജനാക്ഷരത്തിലാണ് കണ്ണ് എന്ന് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ക. അപ്പൊ ക, കണ്ണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, എന്താണ്? ഖ. അപ്പൊ ക, ഖ, ഗ, ഘ, ങ അല്ലെ? അതാണ് കവർഗങ്ങൾ മലയാളത്തിൽ അല്ലെ? കവർഗങ്ങൾ, കായില് തുടങ്ങുന്ന അക്ഷരങ്ങൾ വരുന്നത് ഏതൊക്കെയാ? ക, ഖ, ഗ, ഘ, ങ. കവർഗങ്ങൾ എന്ന് പറയും അല്ലെ? കവർഗാക്ഷരങ്ങൾ എന്ന് പറയും. അപ്പോ ക വ്യഞ്ജനാക്ഷരങ്ങളിൽ ക എന്ന അക്ഷരമാണ് നമ്മൾ പറയാൻ മാത്രം പഠിക്കുന്നത് ഇപ്പൊ അല്ലെ? അപ്പൊ കായില് ക, കണ്ണ്. ഫസ്റ്റ് വൺ കണ്ണ്, ഐ അല്ലെ? E for eye നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ അല്ലേ? അത് അപ്പൊ കണ്ണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഖ. ഇങ്ങനെ രണ്ടാമത്തെ ഖ നോക്കിയേ മക്കള്. ഖ, മുഖം. മുഖം, മുഖത്തിന് എന്താ ഇംഗ്ലീഷ് പറയുക? മുഖം. ആർക്കറിയാം? നോക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഫേസ്. അപ്പൊ മുഖം അല്ലെ? ഈ മുഖം നല്ല സുന്ദരമാറായി നിൽക്കുന്നില്ലേ? ആ മുഖാണ് പറഞ്ഞത് അല്ലെ? ഖ, മുഖം. രണ്ടാമത്തത് ഖ, മുഖം അല്ലെ? ഒരു കുഞ്ഞുമാമനെ അവിടെ കണ്ടോ നിങ്ങളെപ്പോഴത്തെ? മുഖം. ആ മുഖാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ തേർഡ് ലെറ്റർ ഏതാ നോക്കിയതില്? ഗ. അത്ര പ്രസ് ചെയ്തൊന്നും പറയണ്ട അല്ലെ? ശക്തിയിലൊന്നും പറയണ്ട. എങ്ങനെയാ? ഗ അല്ലെ? സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ? ലളിതമായിട്ട് പറയാം. ഗ. ഗദ. ഗദ കണ്ടിട്ടുണ്ടോ നിങ്ങള്? സീരിയലൊക്കെ കാണാറുണ്ടല്ലേ? അതിൽ ഹനുമാനെ കണ്ടിട്ടുണ്ടോ? ബാലഹനുമാൻ അല്ലേ? ഇങ്ങനെ വായൊക്കെ പൊക്കി പിടിച്ച് ആ ഹനുമാന്റെ കയ്യിലുണ്ട് എന്ത്? ഗദ. ഇങ്ങനെ ഇവിടെ വെച്ച് നടക്കുന്നത് അല്ലെ? ഗദ. അതാണ് ഗദ. മൂന്നാമത്തത് ഗ. ഖ, ഖ, ഗ. മൂന്നാമത്തെ ലെറ്റർ സിമ്പിൾ ആയി പറഞ്ഞാൽ മതി. ഗ, ഗദ അല്ലെ? അപ്പൊ ഫസ്റ്റ് വൺ ക, കണ്ണ്. നെക്സ്റ്റ് ഖ, മുഖം. മൂന്നാമത്തെ ഗ, ഗദ. നെക്സ്റ്റ് വൺ നോക്കിയേ, ഖ, ഘടികാരം. എന്താ ഈ ഘടികാരം? പിക്ചർ നോക്കി നോക്കിയേ.
ഘടികാരല്ല, സോറി മേഘമാണ് അവിടെ ഉള്ളത്. സോറി, മേഘം അല്ലെ? മേഘം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മേഘത്തിന് കണ്ടിട്ടുണ്ടോ? എവിടെയുണ്ടാവുക മേഘം? എവിടെയുണ്ടാവുക? എവിടെ ഉണ്ടാവുക മേഘം? ആകാശത്തിലല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആകാശത്തില് മഴയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മഴയുടെ പാട്ട്, കാറ്റിന്റെ പാട്ടൊക്കെ അല്ലെ? അപ്പൊ മഴ വരാനാകുമ്പോ ഉണ്ടാവും കാർമേഘങ്ങളൊക്കെ ഇങ്ങനെയെന്ന് പറഞ്ഞു. അതന്നെ മേഘം അല്ലെ? മേഘം. നെക്സ്റ്റ് വൺ ങ. അതെന്താ പിക്ചറ്? മാംഗോ ആണല്ലേ? മാങ്ങ, മാങ്ങ അല്ലെ? ഓക്കെ, മാങ്ങ. അപ്പൊ ഫസ്റ്റ് വൺ ക, കണ്ണ്. ഖ. ഓക്കെ, അതിനിടയിൽ നെറ്റ് പോയി മക്കളെ അല്ലെ? ഓക്കെ, can you hear me? Yes or no? Yes. ഓക്കെ, അപ്പൊ നമ്മള് കവർഗാക്ഷരങ്ങളില് ക, ഖ, ഗ, ഖ, ങ അല്ലെ? ക കണ്ണ്. മിസ്സിന് കൂടെ ഉറക്കെ വായിച്ച് എല്ലാവരും മ്യൂട്ട് ചെയ്യിച്ച്. ക കണ്ണ്. ഖ മുഖം. ഗദ. ഖ മേഘം. ലാസ്റ്റ് വൺ എന്താ? ങ മാങ്ങ, മാങ്ങ. മേഘം, മേഘം, മാങ്ങ. ഓക്കെ, അപ്പൊ ഫോർത്ത് ലെറ്റർ എങ്ങനെയാ പറയുന്നല്ലേ? ഖ, മേഘം. കുറച്ച് കട്ടി പറയാ അല്ലെ? ആദ്യത്തത് ക കണ്ണ്. നെക്സ്റ്റ് വൺ ഖ മുഖം. ഗ ഗദ. ഖ മേഘം. ങ മാങ്ങ അല്ലെ? മാംഗോ, മാങ്ങ. ഓക്കെ, കണ്ണ്, മുഖം, ഗദ, മേഘം, മാങ്ങ. ഓക്കെ, ഇതിന്റെ ഒക്കെ ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾ പഠിച്ചല്ലേ? അപ്പൊ കണ്ണ്, ക കണ്ണ്. ഖ മുഖം. ഗ ഗദ. ഖ മേഘം. ങ മാങ്ങ. ക്ലിയർ ആണോ? ഉറക്കെ വായിച്ച എല്ലാവരും നോക്കട്ടെ. ക കണ്ണ്. അലോക് വായിക്കുന്നുണ്ടോ? ക കണ്ണ്. ഖ മുഖം. ഗ ഗദ. ഖ മേഘം. ങ മാങ്ങ. ഓക്കെ, ചിലവര് ഉറക്കെ വായിക്കുന്നുണ്ടല്ലേ? ക കണ്ണ്. ഖ മുഖം. ഗ ഗദ. ഖ മേഘം. ങ മാങ്ങ. വായിച്ചു എല്ലാ മക്കളും? വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഒന്നുകൂടി വായിച്ചേ, ഉറക്കെ വായിച്ചേ എല്ലാവരും. നോക്കട്ടെ ആരൊക്കെയാ വായിക്കുന്നേന്ന്. കാശിനാഥ് വായിച്ചോ? കാശിനാഥേ ഉറക്കെ വായിച്ചേ. ക കണ്ണ്. ഖ മുഖം. ഗ ഗദ. ഖ മേഘം. ങ മാങ്ങ. പഠിച്ചോ എല്ലാവരും? ആരാ ഒന്ന് വായിക്കുക നോക്കട്ടെ. ആരോ ഒരാളെന്നോട് നേരത്തെ പാട്ട് പാടാതും പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അലോകാണെന്ന് തോന്നുന്നു അല്ലേ? അലോക് ഒന്ന് പാട്ട് പാടിയ കഴിഞ്ഞ ക്ലാസ് പഠിച്ചേ. അലോക് പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് പാടിയ മോനെ. പൊന്നിന് ബട്ടൺ ചെയ്തിരുന്നു. പൊന്നിന്റെ നാദം കേൾക്കുന്നു. കാർമേഘങ്ങൾ നിറക്കുന്നു. ചടവറ ചടവറ വേയുന്നു. ഓക്കെ, വെരി ഗുഡ്. പഠിച്ചല്ലേ? നെക്സ്റ്റ് ആരാ പാടുന്നേ? ആർക്കാണ് അത്ര കഴിഞ്ഞ ക്ലാസ്സിൽ പാടാത്തവരുണ്ടല്ലേ? എന്നാ ലോഗിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? അപ്പൊ കണ്ണ് അത് വായിച്ചേ അൻഷി. ഒന്ന് ഉറക്കെ വായിച്ചേ അൻഷി.
വായിച്ചോ. കാക്കണ്ണ്. കണ്ണ്. ശ്രദ്ധിക്കണേ, കൈ തൊട്ട് പിടിച്ച ബാക്കിയുള്ളവര് വായിക്കുന്നത്. ആ, കണ്ണ്. മുഖം. മുഖം. ഗദ. മേഘം. മേഘം. മാങ്ങ. മാങ്ങ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ദക്ഷിണ ഒന്ന് വായിച്ചേ. ദക്ഷിണ ഉറക്കെ വായിച്ചേ. കണ്ണ്. മുഖം. മാങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അടുത്ത മുഹമ്മദ് സഹല്. ഓക്കെ, വായിച്ചു. കണ്ണ്. മുഖം. ഗദ. മേഘം. മാങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അടുത്ത ആരാ വായിക്കുന്നേ? കൈപൊക്കിയേ. കശ്യപ്. ആദ്യം നമ്മൾ കായല്ലേ പഠിക്കുന്നത്. മുഖം. ഗദ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ കശ്യപ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അതിജിത്ത് കൈപൊക്കുന്നുണ്ട് അല്ലേ? അതിജിത്തെ നേരെ ഇരുന്നേ. അതിജിത്തെ സിറ്റ് പ്രോപ്പർലി. നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്തത് മേഘം. മാങ്ങ. മാംഗോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ദക്ഷ പ്രദീപ്. ദക്ഷക്കുട്ടി അവിടുന്ന് കൈവക്കുന്നുണ്ടായിരുന്നു. ദക്ഷ പ്ലീസ് അൺമ്യൂട്ട്. ദക്ഷ വായിച്ചു. മുഖം. മാങ്ങ. വെരി ഗുഡ്, വെരി ഗുഡ് ദക്ഷ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? റിദ ഫാത്തിമ അല്ലേ? റിദ കണ്ണ്. മുഖം. ഓക്കെ, നെക്സ്റ്റ് മാങ്ങ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആൻഡ്രിയ തെരേസ്. കൈപൊക്കിയവരെ വായിപ്പിക്കാൻ വിളിക്കുന്നതേ. വേഗം വേഗം കൈപൊക്കിക്കോ എല്ലാവരും. കണ്ണ്. മുഖം. ഗദ. ഓക്കെ, വെരി ഗുഡ് ആൻഡ്രിയ. നെക്സ്റ്റ് ആരാ? ഇവിടെ വൈഷ്ണവ്. രണ്ട് കൈയും പൊക്കുന്നുണ്ട് അല്ലേ വൈഷ്ണവേ? കണ്ണല്ലേ, നല്ല കണ്ണല്ലേ അവിടെ കാണുന്നേ. മുഖം. മേഘം. നെക്സ്റ്റ് വൺ. മാങ്ങ. വെരി ഗുഡ് വൈഷ്ണവ്. നെക്സ്റ്റ് ആരാ വായിക്കുന്ന? ഇവിടെ തനുസ് കൈപൊക്കിയിട്ടുണ്ട്. കണ്ണ്. മുഖം. മാങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അമാൻ.
വായിക്കും. ഉറക്കെ വായിക്കേ. മുഖം ഗദ മേഘം. വെരി ഗുഡ്. നെക്സ്റ്റ് ഈവ തെരേസ്. ഈവ കുട്ടി ചൊടിക്കാൻ തുടങ്ങി. കണ്ണ് മുഖം ഗദ മേഘം മാങ്ങ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് കാശിനാഥ്. മുഖം ഗദ നെക്സ്റ്റ് വൺ മേഘം. മാങ്ങ. വെരി ഗുഡ് കാശി. അടുത്തതാരാ വായിക്കുന്നേ? ഇവിടെ നിഹാര. ഓക്കെ നിഹാര അൺമ്യൂട്ട് ചെയ്തോ. വായിച്ചേ. പിക്ചർ നോക്കിയേ. ഗദ നെക്സ്റ്റ് മേഘം. മാംഗോ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ദക്ഷിഡം സന്ദീപ്. ഓക്കെ വെരി ഗുഡ് ദക്ഷിത്. നെക്സ്റ്റ് ജുവാന സിന. മാങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ഏഞ്ചൽ മെരിയ. TP ഏഞ്ചൽ മെരിയ. കണ്ണ് മുഖം ഗദ മേഘം. ഇല്ല ഇതെന്നാ മാങ്ങ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ബ്രയാൻ ചിനാബ്. കണ്ണ് മുഖം ഗദ മേഘം മാങ്ങ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? കൈ പൊക്കി മടുത്തു എല്ലാവർക്കും അല്ലേ? അൻവിത പി വി. നെക്സ്റ്റ് ഗദ. അൻവിതക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? അൻവിത സ്റ്റക്കായി. ഓക്കെ ആഷ്നി. ആഷ്നി കുട്ടി വായിച്ചേ. ആഷ്നി ഉറക്കെ വായിച്ചേ. ആഷ്നി. മുഖം ഗദ
മേഘം മാങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത ദർശിത് രതീഷ്. ദർശിത്. മേഘം. മാങ്ങ. ഓക്കെ, വെരി ഗുഡ്. അലിയ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അമിക. അമിക വായിച്ചോ. അമിക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഋഷിദേവ്. ഋഷിദേവ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ലാമിയ. ലാമിക്കുട്ടി വേഗം വായിച്ചു. ലാമിയ. മിസ് ഇല്ലെന്ന് പറ. മുഖം. ഗദ. മേഘം. മാങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ഡിയോൺ. ഡിയോൺ വായിച്ചോ. കണ്ണ്. ബദ്ദ. മേഘ. മാങ്ങ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കാണ്ട് നോക്കട്ടെ. യാൻദേവ്. യാൻദേവേ വായിച്ച മോനെ. കണ്ണ്. മുഖം. ഗദ. മേഘം. മേഘം. മാങ്ങ. ഓക്കെ, വെരി ഗുഡ് യാൻദേവ്. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ളത്? അമ്മാൻ വായിച്ചു, അൻവി, ജുവാന, നിഹാര, വൈഷ്ണവ്, ഏഞ്ചല്, സഹല് വായിച്ചില്ലേ? സഹലേ. ഇനി ആരാ? ജൂഡ് ജെയ്മോൻ. കണ്ണ്. മുഖം. ഗദ. മേഘ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കാൻ? അലോക്. അലോക് പാട്ട് പാടിയതല്ലേ ഉള്ളൂ മോൻ. വായിച്ചോ, അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചോ. കണ്ണ്. മുഖം. ഗദ. മേഘം. മാങ്ങ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാരും പഠിച്ചോ? അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങള്. സ്വരാക്ഷരങ്ങൾ എത്ര പേര് നമ്മൾ എഴുതാൻ പഠിച്ചു? ആർക്കൊക്കെ അറിയാം?
ഏതൊക്കെ നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചു? ഒന്ന് എഴുതി കാണിച്ചേ എല്ലാവരും. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങള് പറയാൻ പഠിക്കുന്നത് അല്ലെ. അതില് കവർഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, ക, ഖ, ഗ, ഖ, ങ. അത് വെച്ച് ഓരോ വേർഡ്സും പഠിച്ചിട്ടുണ്ട് അല്ലെ. ക കണ്ണ്, ഖ മുഖം, ഗ ഗദ, ഖ മേഘം, ങ മാങ്ങ. ഇത്രയാണ് പഠിച്ചത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എഴുതണ്ടേ നമ്മൾ ഇതുവരെ എഴുതിയ കാര്യങ്ങള്? മറന്നുപോയില്ല അല്ലെങ്കില്? ഓക്കെ, all of you take your slate and pencil. നമുക്ക് എഴുതാൻ നോക്കാം അല്ലെ. ഓക്കെ, നമ്മള് സ്വരാക്ഷരങ്ങള് പഠിക്കുന്നല്ലേ. അതില് ഫസ്റ്റ് വൺ ആ. എങ്ങനെ എഴുതുവാന്ന് അറിയാലോ? മക്കള് പഠിച്ചില്ലേ? ആ അല്ലേ. നെക്സ്റ്റ് എന്താ പഠിച്ചത് നമ്മള്? ആ. ഓക്കെ, ഇങ്ങനെ എടുത്ത് ഇതിലെടുത്ത് ആ അല്ലേ നീട്ടിക്കൊണ്ടുപോവാം. ആ നെക്സ്റ്റ് വൺ ഈ എഴുതണം അല്ലേ നമുക്ക്? ഓക്കെ, ഈ പറഞ്ഞുകൊണ്ട് എഴുതണേ മക്കള്. ഈ എഴുതിയോ മക്കളെല്ലാവരും? ഈ അല്ലേ. നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ? ഇങ്ങനെ എടുത്ത് ഈ ഓക്കെ, കാണിച്ച് എല്ലാവരും ഒന്ന് നോക്കട്ടെ സ്ലേറ്റ്. ആ ആ ഈ എഴുതി നോക്കട്ടെ. എഴുതിയോ അജിത്തെ, ഇവാതരെ, സാഷ്നി, അൻഷി? ഏതുവരെയാ പഠിച്ചു നമ്മൾ ലെറ്റേഴ്സ് സ്വരാക്ഷരങ്ങളില്? ആ ആ ഈ ആ സ്വരാക്ഷരങ്ങൾ ഏതുവരെയാ പഠിച്ചത് അൻഷി? ഊ അല്ലേ, ഊ വരെ പഠിച്ചു. ഓക്കെ, എല്ലാ മക്കളും പഠിച്ചോ ഊ വരെ? ഈ ഊ ഇതേപോലെ എഴുതി. നെക്സ്റ്റ് ഈ ചിഹ്നം നമ്മൾ ഈ എഴുതുമ്പോ ഇട്ടതുപോലെ ഊ അല്ലെ, ഈ ചിഹ്നം ഇടുക. ഇനി നെക്സ്റ്റ് വൺ ഏതാ നമുക്ക് പഠിക്കാനുള്ളത്? ഇനി ഇതാ ആ ഈ ഊ വരെ പഠിച്ചു. എഴുതിയോ എല്ലാ മക്കളും? നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ കുറെ പദങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ? അമ്പിളി, അച്ഛൻ, അമ്മ, അറ, അല. നെക്സ്റ്റ് വൺ ആന, ആമ, ആട്, ഇല, ഇഞ്ചി. പഠിച്ചിട്ടില്ലേ നമ്മള്? ഇറ, ഇരാന്നൊക്കെ പഠിച്ചു. നെക്സ്റ്റ് ഈച്ച, ഈറ്റ, ഈത്തപ്പഴം. അടുത്തത് ഉറുമ്പ്, ഉരൽ, ഉറി, ഊഞ്ഞാൽ, ഊണ്, ഊത്ത്. ഇത്രയും പഠിച്ചു അല്ലേ. അപ്പൊ ആ ഈ ഊ. നെക്സ്റ്റ് വൺ ഇറാണ് എഴുതേണ്ടത്. ഋഷഭം, ഋഷി അല്ലെ, ഋതു എന്നൊക്കെ എഴുതി പഠിച്ചത് നമ്മള്. അതാണ് നമുക്ക് ഇനി എഴുതാനുള്ളത്. അപ്പോ എങ്ങനെ എഴുതി നോക്കാം? ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി എഴുതും പോലെ ഇങ്ങനെ എടുത്ത് ഇവിടെ കൂട്ടണം. ഒന്ന് എഴുതി നോക്കിയേ എല്ലാ മക്കളും. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. ഒന്നുകൂടി ഇതാ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇതിലേ എടുത്ത്. മിസ് എഴുതുന്നേക്കാളും ഭംഗിയിൽ എഴുതണേ. മിസ്സിന് ഈ മൗസ് കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ കേട്ടോ.
ഇവിടുന്ന് എടുക്കണ്ട്. ഇങ്ങനെ എടുത്ത് ഇതിലേ കൊണ്ടുപോയി ഇങ്ങനെ എടുത്ത് ഇവിടെ കൂട്ടണം. ഇത്രയും പണിയുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാ നമുക്ക് നോക്കാം അല്ലെ? ഒന്നുകൂടി നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ 8 എഴുതല്ലേ, 8 എഴുതിപ്പോലെ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ കൂട്ടണം. ഋഷഭം, ഋതു ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, ഋഷി എന്നൊക്കെ. അത് ഓക്കെ എഴുതുന്നുണ്ടോ എല്ലാ മക്കളും? ഇങ്ങനെ എടുത്തു ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എടുത്തു. ഇങ്ങനെയല്ലേ എഴുതുന്നവരുണ്ടാവും അല്ലെ? ഇങ്ങനെ കാണി നല്ലത് ഇങ്ങനെ എഴുതണ്ട കേട്ടോ മക്കളെ. എങ്ങനെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ ഒക്കെ എഴുതിയോ എല്ലാവരും? എഴുതിയോ? ഓക്കെ വെരി ഗുഡ് ദക്ഷിത്. എഴുതിയോ എല്ലാ മക്കളും? ലാമിയ അവിടെ ഉണ്ടോ? ലാമിയ, അൻവിതക്ക് വായിക്കാൻ പറ്റിയില്ല, അപ്പഴേ കട്ടായി അല്ലേ അൻവിത? ഇവിടെ ആരാ? ദക്ഷിണ പ്രിയേഷ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? കശ്യപ് ഷൈജു എഴുതി. വെരി ഗുഡ്. അമിക, ദക്ഷ പ്രതിഭ എഴുതിയ മോളെ? ദക്ഷക്കുട്ടി അമിക എഴുതുന്നുണ്ട്. ഈ അല്ലേ? വെരി ഗുഡ് അമിക. ഈ എഴുതണം അടുത്തത് അല്ലേ? എഴുതി നോക്കിയേ. നെക്സ്റ്റ് ദക്ഷ എഴുതിയിട്ടുണ്ട്. ഈ വരെ എഴുതി. ഓക്കെ വെരി ഗുഡ്. കാശി എന്തായി കാശിക്കുട്ട? എഴുതിയോ? തനുസ് എഴുതിയോ? തനുസേ മുഹമ്മദ് അമാൻ എഴുതിയോ മക്കളെ? ഓക്കെ ഇവിടെ ആരാ? ഋഷിദേവ് എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയിലല്ലേ ഋഷിദേവേ? ഓക്കെ മുഹമ്മദ് സഹൽ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ദർശിത്ത് എഴുതിയോ? ദർശിത്തെ ഋഷിദേവ്, ദക്ഷിണ, കശ്യപ്, ദക്ഷ, കാശിനാഥ് വെരി ഗുഡ്. തനുസ്, അമിക, തനുസ് വെരി ഗുഡ്. നീറ്റ് എഴുതിയിട്ടുണ്ടല്ലോ തനുസേ. കാശിനാഥ് എഴുതിയിട്ടുണ്ടോ? ഇനി വൃത്തി കാണിച്ചെന്നെ സ്ലേറ്റ്. വെരി ഗുഡ്. ഓക്കെ പഠിച്ചെടുത്തു അല്ലേ? ഓക്കെ നെക്സ്റ്റ് ആരാ? ഏഞ്ചൽ മേരിയ വെരി ഗുഡ്. വൈഷ്ണവ്, വൈഷ്ണവ് കെ പി വെരി ഗുഡ്. ദക്ഷിത റിദ ഫാത്തിമ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ്രിയ എഴുതിയില്ലേ? ആൻഡ്രിയ നല്ല വൃത്തി എഴുതിക്കുവാണല്ലോ. ആൻഡ്രിയ കുട്ടി എഴുതിയോ? റിദ ഫാത്തിമ എഴുതി. വെരി ഗുഡ്. ദക്ഷിത എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അഭിജിത്ത്, ഇവ തെരേസ് വെരി ഗുഡ്. എഴുതിയോ മോളെ? ആഷ്നി വെരി ഗുഡ്.